ശ്രീ വിനയ് ചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ അൻവർ മത്സര രംഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അൻവർ ആയതുകൊണ്ട്, പക്ഷേ അവസാന നിമിഷം വരെ അത് ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രചരണത്തിൽ സജീവമാകുമോ? ഇപ്പോൾ ജനകീയ കോടതിയിൽ ജയിക്കും, UDF-ന്റെ വാതിൽ തള്ളി തുറക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നതിനപ്പുറം ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയുടെ പിന്തുണയില്ല, സ്വതന്ത്രനായി തന്നെ നിൽക്കുന്നു. അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു, അതുപോലെ തന്നെ എത്തിയെങ്കിലും ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ സമാഹരിച്ച വോട്ട് എന്തായാലും സമാഹരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞു മെഴുകി സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തെ പോലും മാറ്റിമറിക്കും വിധം ഇപ്പോൾ സതീശനെതിരെ യുദ്ധം എന്ന നിലയിലാക്കി വെച്ചിരിക്കുന്നു കാര്യങ്ങൾ PV അൻവർ. അപ്പോൾ എന്താണ് PV അൻവറിന്റെ നിലപാട്? എന്താണ് PV അൻവർ പറയുന്ന കാര്യങ്ങൾ? അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? രാവിലെ പറയുന്നത് അദ്ദേഹം വൈകുന്നേരം മാറ്റി പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇമേജിന്റെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കാണണം. അപ്പോൾ അൻവർ അവിടെ 2 തവണ വിജയിച്ച വ്യക്തിയാണ് എന്ന് കരുതി ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതം ഇത്തവണ നിലമ്പൂരിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അത് നമുക്ക് കാത്തിരിക്കാം. അങ്ങ് പറയുന്ന ഈ വിവക്ഷകളെല്ലാം, അങ്ങ് പറയുന്ന ഈ മാധ്യമങ്ങളെടുത്ത് പ്രയോഗിക്കുന്ന തള്ള് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പദം ഉപയോഗിക്കാറില്ല, എങ്കിലും ആ പദം ഉൾപ്പെടെയുള്ളത് എത്രത്തോളമാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് അങ്ങ് തന്നെ എൻ്റെ സ്നേഹിതൻ കൂടിയ ശ്രീ വസന്തനോട് ചോദിച്ചു, എന്തിന് തലവഴി മുണ്ടുമിട്ടുകൊണ്ട് ഒരു നേതാവ് അവിടെ പോയി? അപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് പറയുന്ന അതൊരുള്ള കുട്ടിയാണ്, അവനെ ഞാൻ അടിച്ച് ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ ശ്രീ വസന്ത. അപ്പോൾ അത് എത്രത്തോളം ട്രോളായി മാറി എന്നുള്ളത് ശ്രീ വസന്തം നിരീക്ഷിക്കുന്നുണ്ടാകും. ആരുടെ ഭാഗത്തു നിന്നൊക്കെയാണത് ട്രോളായി മാറുന്നത് എന്നും അങ്ങ് ഓർക്കുക. ഇവിടെ ശരിക്ക് ശ്രീ മുസ്തഫ അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു, വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആരുടെ വോട്ടാണ് അദ്ദേഹം പിടിക്കുക, അത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങ് ചോദിച്ചതുപോലെ ഒരു പക്ഷേ ഇനി പ്രചരണത്തിൽ പിന്നോക്കം പോകുമോ? ഒരിക്കലുമില്ല. കാര്യം ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ശക്തമായ പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം മാറ്റി ഒന്ന് പറയും എന്നൊക്കെ വരുന്നതിൻ്റെ പ്രധാന പ്രശ്നം UDF നേതാക്കന്മാർ കൊടുത്തിരുന്ന കുറേ ഉറപ്പുകളായിരുന്നു. അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിരന്തരമായി അദ്ദേഹത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ അങ്ങനെയുള്ള ഉറപ്പുകൾ അത് എവിടേക്കൊക്കെ പോകും, പക്ഷേ അത് മുന്നിൽ കണ്ടില്ലെങ്കിൽ അതും ചതിയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് വിപത്തായി മാറും. അതുകൊണ്ട് അദ്ദേഹം ഉറച്ച ഒരു നിലപാട് ചിലപ്പോൾ രാവിലെ പറയാതിരിക്കും. കാര്യം അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇനി ശ്രീ വസന്ത് പറഞ്ഞു ഇതെല്ലാം അടഞ്ഞ അധ്യായം എന്ന് പറയുമ്പോഴും അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്ന എന്താണ്, ഇലക്ഷൻ്റെ തലേ ദിവസം വരെയും നമ്മൾ ചർച്ച തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, അവിടുത്തെ വോട്ടർമാരുടെ രീതികൾ അറിയാവുന്ന, നിലമ്പൂരിൻ്റെ സംവിധാനങ്ങൾ അറിയാവുന്ന അവിടുത്തെ ജില്ലാ പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് പറയുന്നുണ്ട്, തലേ ദിവസം വരെയും ഞങ്ങൾ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹത്തെ തിരുത്തിയില്ലല്ലോ ശ്രീ വസന്ത. ഇനി ഇവിടെ ഇദ്ദേഹം ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികൾക്ക് ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ആരാ? എൻ്റെ കുട്ടികൾ ഇദ്ദേഹത്തെ പണ്ട് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പാർട്ടിക്കാർ മറുപടി പറഞ്ഞോളൂ എന്ന് പറയുന്നു. ഇവരൊക്കെ ഇവിടേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ആളുകളുടെ പിൻബലത്തോടു കൂടിയല്ലേ ഇവരൊക്കെ ഈ നേതാക്കന്മാരായി മാറിയത്. അപ്പോൾ ഒരാളെ അടച്ചാക്ഷേപിക്കുക. 2 തവണ അദ്ദേഹം MLA ആയത് ഓട് പൊളിച്ചിട്ടല്ലല്ലോ, അവിടെയുള്ള ആളുകളുടെ വോട്ട് കിട്ടിയിട്ടാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ശക്തനായ നേതാവാണ് ഈ ചർച്ചയിൽ പാനലിസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കുന്നുണ്ടോ
ഇല്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ. അപ്പോൾ അങ്ങ് പറയുമായിരിക്കും ഈ രാഷ്ട്രീയക്കാർക്ക് അതൊന്നും ഇല്ല എന്ന്. ഉണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത് ശ്രീ PV അൻവറിനെ മാത്രമല്ല, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അവിടെ എല്ലാ സമയവും പ്രചരണ രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. എന്തുമാത്രം ചർച്ചകളാണ് അവിടെ നടന്നത്. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായും ചർച്ചകൾ നടക്കും എന്നുള്ളതിന് സംശയമില്ല. ശക്തമായ പ്രചരണത്തിലൂടെ സാധാരണക്കാരൻ്റെ പടത്തലവനായി നിന്നുകൊണ്ട് ശ്രീ PV അൻവർ അവിടെ വിജയിച്ചു കയറുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവരോട് ചോദിച്ചു നോക്കൂ നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു നോക്കൂ. ശരി, ശ്രീ ശ്യാംരാജ് 17,500